ഹേ ദേ ആം യു ഫ്രണ്ട് ഷെമി എപ്പി. അപ്പോൾ ഇന്ന് ഭയങ്കര ചെറുതായിട്ടൊരു ലോ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് എക്സാം ആണ് വരുന്നത്. കഴിഞ്ഞ 2 എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ട്രിക്കിയാണ്. ഒന്നുകൂടി കോൺസെപ്റ്റുവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഒരു ലൈവ് സീരീസ് എന്തെങ്കിലും ലൈവ് വീഡിയോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ അത് കാണുക മാത്രമല്ല, വീഡിയോ കാണുക മാത്രമല്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. റിവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിവൈസ് ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. ടൈം സത്യം പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട എന്നാണ് എൻ്റെ മനസ്സിലോട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ വലുതായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയ സാധനം കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു കുഞ്ഞ് ടൈപ്പ് ഓഫ് ടെൻഷനാണ്. ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിൽ ഭയങ്കര ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഏതൊക്കെ സമയത്താണ് ഓരോന്നേ രജിസ്ട്രേഷൻ ടൈമൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു നോട്ട് ഉണ്ടാക്കിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ഡൺ. കുസാറ്റിൻ രജിസ്ട്രേഷൻ ASAP ആഫ്റ്റർ മാത്ത് ബോർഡ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ അവസാനത്തിൻ്റെ മുന്നത്തെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡേറ്റ് ഒക്കെ നോക്കി വെച്ചിട്ട് എൻ്റെ ഷെഡ്യൂളിനനുസരിച്ചാക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ടെൻഷനൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ CUET രജിസ്ട്രേഷൻ ASAP ആഫ്റ്റർ ലാസ്റ്റ് ബോർഡ് എക്സാം, KEAM രജിസ്ട്രേഷൻ ASAP ആഫ്റ്റർ as soon as possible ആഫ്റ്റർ ബയോളജി ബോർഡ് എക്സാം, പിന്നെ ISA രജിസ്ട്രേഷൻ നീറ്റ് പരീക്ഷ എഴുതിയ ശേഷം ഉടനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ഈ 3 പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജസ്, ഫീൽഡ്സ്, ഇലക്ട്രിസിറ്റി, പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് വി ആർ അപ് ടു ഹിയർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോട്ട്സ് ചെയ്തിരുന്നു. പിന്നെ നോട്ട്സും ഇതും കൂടിയും എല്ലാം കൂടി ഒപ്പം കയ്യിലാന്ന് മനസ്സിലായപ്പോൾ ഇവരുടെ PDF വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ് ഇന്ന്. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് പറഞ്ഞു വരാമല്ലോ. എല്ലാ ദിവസവും ഭയങ്കര എനർജറ്റിക് ആയിക്കോളുന്നില്ല. ചില ദിവസം കുറച്ച് ലോ എനർജി ഡേ ആവാം എന്ന് വരാം. അന്നും നിങ്ങൾക്ക് കഴിയുന്നത്രയൊക്കെ നിങ്ങൾ പഠിക്കുക, നിങ്ങളത് ബെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. അല്ലാതെ ഒരു ദിവസം ലോ ആയി എന്ന് കരുതിയിട്ട് അയ്യോ ഇന്ന് ഞാൻ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ വലിയ പ്ലാൻ ഫോളോ ആയില്ല, പക്ഷെ അതിൻ്റെ വലിയൊരു പോർഷൻ എങ്കിലും ഫോളോ ചെയ്തിട്ടും എന്നിട്ടും നമ്മൾ ബാഡ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ടല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്യേണ്ട എന്നാണ്. സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞല്ലോ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം കിട്ടുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഫിസിക്സിനകത്ത് 5 ദിവസം സ്റ്റഡി ലീവ് പോലെയുണ്ട്. അപ്പോൾ 5ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അയ്യോ കഴിഞ്ഞ 4 ദിവസം ഞാൻ ഒന്നും പഠിച്ചില്ല. ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 4 ദിവസം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും 5ാമത്തെ ദിവസം എന്തെങ്കിലും പഠിക്കുന്നതാണ് ബെറ്റർ ദാൻ അന്നും പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരികയാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നെവർ ഫീൽ ബാഡ് ഫോർ വലിയ പ്ലാൻസ് ഉണ്ടാക്കി വലിയ സംഭവം ഫോളോ ചെയ്യാൻ കഴിഞ്ഞതിന്. അതിൻ്റെ ഒരു വലിയ പോർഷൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി ഫോർ ദാറ്റ്. ഇങ്ങനൊരു വലിയ പ്ലാൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമുക്ക് 1ാമത്തെ പാഠം വീഡിയോ കണ്ടിട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ 3 പാഠം കവർ ചെയ്യണമെന്നായിരുന്നു കരുതിയിരുന്നത്. ബട്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. കാരണം അന്ന് ഭയങ്കര എക്സാം ടയേർഡായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ സത്യമാണ്. അതൊക്കെ മനസ്സിൽ വെക്കുക. ഞാനിപ്പോൾ എന്തൊക്കെ തുറന്നു പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ സംഭവത്തിലേക്ക് കടക്കാം. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിലൂടെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി എല്ലാവർക്കും ആ ഒരു സംഭവം കിട്ടാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഷെഡ്യൂളിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്പോൾ ഈ ഒരു നോട്ട് കിട്ടുമല്ലോ. ഞാൻ എൻ്റെ ഈ നോട്ട് കമൻറ്റ് സെക്ഷനിൽ പിന്നും ചെയ്യാം. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ JEE മെയിൻസ് എന്താണെന്നറിയില്ല. ഞാൻ സെക്കൻഡ് സെഷൻ എഴുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഏതെങ്കിലുമൊക്കെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടാവും നീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ 1 ഡേ പോലും മിസ് ചെയ്യാതെ തന്നെ കറക്റ്റ് അവരുടെ ഒരു ഷെഡ്യൂൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോകണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ April 1 തന്നെ ഇങ്ങനെ ഒരു ഒറ്റ ദിവസം ലീവ് എടുക്കുന്ന പോലും എനിക്ക് അത്ര ഒരു ശരിയായി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എല്ലാ എൻട്രൻസ് എക്സാമും നിങ്ങൾ എഴുതാൻ നോക്കുന്നതിനാണ്. നീറ്റിനുള്ളവരായാലും JEE ഫിസിക്സും മാത്സും ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ബട്ട് ഞാൻ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് തോന്നുന്നത്. അപ്പോൾ അത് എൻ്റെ ഈ ഒരു ഷീറ്റിനകത്ത് ഉണ്ടാവില്ല. അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ March 2 ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് February 28 അല്ലേ? ഇന്ന് February 28 സോ ടൈമില്ല. ഡെഫിനറ്റ്ലി ചെയ്യുക. അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ നിങ്ങളുടെ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഒരുപാടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല വയ്യ. അപ്പോൾ അത്രയുള്ളതിന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടെൽ ആൻഡ് ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.